Hi all, welcome to Study with PSC 10th പ്രിലിംസ് പ്രീവിയസ് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2023 നടന്ന 10th പ്രിലിംസ് സ്റ്റേജ് 2 എക്സാമിനേഷന്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ -12.5 പ്ലസ് അര ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇവിടെ -12 അരയും തമ്മിൽ ആഡ് ചെയ്യണം. നെഗറ്റീവ് സംഖ്യ പോസിറ്റീവ് സംഖ്യയാണ് ആഡ് ചെയ്യുന്നത്. നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും ആഡ് ചെയ്യുന്നത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കണം, എന്നിട്ട് വലിയ സംഖ്യയുടെ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ -12 അരയും കൂടി ആഡ് ചെയ്യാം. അപ്പം വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കാം. വലിയ സംഖ്യ 12 ചെറിയ സംഖ്യ അരയാണ്. 12 നിന്ന് അര പോയാൽ 12. വലിയ സംഖ്യയുടെ ചിഹ്നം ഇട്ട് കൊടുക്കണം. വലിയ സംഖ്യയുടെ സൈന് നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് -12 ആണ് ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ഏതാണ് ഭിന്നസംഖ്യയുടെ വർഗം? സൊല്യൂഷൻ. ഭിന്നസംഖ്യയുടെ വർഗം എന്ന് വെച്ചാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന സംഖ്യ ആയിരിക്കും ഭിന്നസംഖ്യയുടെ വർഗം. അപ്പൊ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പെർഫെക്റ്റ് സ്ക്വയർ വരുന്നത് ഓപ്ഷൻ ഡിയിലാണ്, 4/9. 4 2ന്റെ സ്ക്വയർ ആണ്, 9 3യുടെ സ്ക്വയർ ആണ്. അപ്പൊ ഇത് 2/3യുടെ വർഗമാണ് 4/9. അപ്പൊ ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ഭിന്നസംഖ്യയുടെ വർഗം. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. 3, 11, 19, 27. സൊല്യൂഷൻ. 3, 11, 19 ഇത് മൂന്നും അഭാജ്യ സംഖ്യകളാണ്. 27 ഒരു ഭാജ്യ സംഖ്യയാണ്. അപ്പൊ ഇവിടുത്തെ ഒറ്റയാൻ 27 ആണ്, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പദം ഏത്? 1, 1, 2, 3, 5 ഡാഷ്. സൊല്യൂഷൻ. ഈ സീരീസ് വന്നിരിക്കുന്നത് അടുത്തടുത്ത രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്പർ വരും. അപ്പൊ ഇവിടെ 1 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 2, 1 2 കൂടെ കൂട്ടിയാൽ 3, 2 3 കൂടെ കൂട്ടിയാൽ 5. അപ്പൊ ഇനി ഇവിടെ വരുന്നത് 3 5 കൂടെ കൂട്ടണം. 3 5 8 ആണ് ഇവിടെ വരുന്നത്, ആൻസർ ഓപ്ഷൻ ബി. അപ്പൊ ഈ സീരീസ് ഇങ്ങനെയാണ്, അടുത്തടുത്ത രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്പർ കിട്ടും. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ 15,000 രൂപയ്ക്ക് വാങ്ങിയ TV 13,350 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ്? സൊല്യൂഷൻ. നഷ്ടശതമാനം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില, സെല്ലിംഗ് പ്രൈസ് വിറ്റ വില. അപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസ് 15,000 രൂപ, സെല്ലിംഗ് പ്രൈസ് 13,350 രൂപ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 15,000 മൈനസ് 13,350 ഡിവൈഡഡ് ബൈ 15,000. 15,000 മൈനസ് 13,350 1650 ഡിവൈഡഡ് ബൈ 15,000 ഇൻറ്റു 100. 11%. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 1296 ചതുരശ്ര മീറ്റർ പരപ്പളവാണ് ഉള്ളത്. ഇതിന്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളം ഉണ്ട്? സൊല്യൂഷൻ. പരപ്പളവ് എന്ന് വെച്ചാൽ വിസ്തീർണം. അപ്പൊ ഇവിടെ സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണമാണ് തന്നിരിക്കുന്നത്. സമചതുരത്തിന്റെ വിസ്തീർണം ഏരിയ എ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ആണ്. ഇവിടെ തന്നിട്ടുള്ളത് എ സ്ക്വയർ ആണ്, 1296. എ എന്ന് വെച്ചാൽ ഒരു വശത്തിന്റെ നീളം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു വശത്തിന്റെ നീളമാണ്. അപ്പൊ ഇവിടെ എ സ്ക്വയർ 1296 ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു ഒരു വശത്തിന്റെ നീളം എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1296 ആയിരിക്കും. റൂട്ട് ഓഫ് 1296 36 ആണ് ഒരു വശത്തിന്റെ നീളം, ആൻസർ ഓപ്ഷൻ സി.
സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ട്രിക്ക് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം എങ്ങനെയാണെന്നൊന്ന് പറയാം. അപ്പൊ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് 1296. ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ട സംഖ്യനെ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് 2 അക്കം മാറ്റി 2 പാർട്ടാക്കണം. അപ്പൊ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് 2 അക്കം മാറ്റാം, 2 പാർട്ടാക്കാം. ഇതിനെ ഫസ്റ്റ് പാർട്ട് എന്ന് എടുക്കുക, ഇതിനെ സെക്കൻഡ് പാർട്ട് എന്ന് എടുക്കുക. ഫസ്റ്റ് പാർട്ടിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. സെക്കൻഡ് പാർട്ടിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഉപയോഗിച്ച് സ്ക്വയർ റൂട്ടിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് പാർട്ടില് സ്ക്വയർ റൂട്ട് എടുക്കണം. ഫസ്റ്റ് പാർട്ടിൽ ഇവിടെ 12ന്റെയാണ് സ്ക്വയർ റൂട്ട് എടുക്കേണ്ടത്. 12 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയ സംഖ്യയല്ല. അപ്പം 12ൽ മാക്സിമം അടങ്ങുന്ന സ്ക്വയർ റൂട്ട് വേണം എടുക്കാനായിട്ട്. അപ്പൊ 12ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ 9 ആണ്. 9ന്റെ സ്ക്വയർ റൂട്ട് ആണ് എടുക്കേണ്ടത്. 9ന്റെ സ്ക്വയർ റൂട്ട് 3. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് പാർട്ട് കിട്ടി 3. ഇനി ഒറ്റയുടെ സ്ഥാനത്തെ അക്കവും കൂടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാനായിട്ട് ഈ സ്ക്വയറിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 5 ആണെങ്കിൽ അത് തന്നെയായിരിക്കും വരുന്നത്. 0 ആണെങ്കിൽ 0 വരും, 5 ആണെങ്കിൽ 5 വരും. അതല്ലാത്ത സംഖ്യകളാണെങ്കിൽ അത് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ സ്ക്വയറിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 ആണുള്ളത്. 6 വരണമെങ്കിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പം ഒന്നിൽ 4 ആയിരിക്കും, അല്ലെങ്കിൽ 6 ആയിരിക്കും. 4 6 വന്നാലേ ഉള്ളൂ സ്ക്വയർ 6 വരത്തുള്ളൂ. 4 ആണോ 6 ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് ഇവിടെ ഈ സംഖ്യ കിട്ടിയല്ലോ, ഈ സ്ക്വയർ റൂട്ട് എടുത്തല്ലോ, ഇതിനെ തൊട്ടടുത്തുള്ള ഇതിന്റെ വലിയ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഈ 3ന്റെ തൊട്ടടുത്തുള്ള വലിയ സംഖ്യ എന്ന് പറയുന്നത് 4 ആണ്. 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 4 12. എന്നിട്ട് ഈ സ്ക്വയർ റൂട്ട് എടുത്ത ഇതിലെ ഈ ഫസ്റ്റ് പാർട്ടിലെ ഈ സംഖ്യ ഈ കിട്ടിയ സംഖ്യയും കൂടെ കമ്പയർ ചെയ്യണം. അതായത് ഇത് ഇതിനേക്കാളും ഗ്രേറ്റർ ആണോ ഈക്വൽ ആണോ ലെസ് ആണോ എന്നാണ് നോക്കേണ്ടത് ഇവിടുത്തെ ഈ ഫസ്റ്റ് പാർട്ടിലെ സംഖ്യ. അപ്പൊ ഇവിടെ എന്താണ്, ഈ ഫസ്റ്റ് പാർട്ടിലെ സംഖ്യ ഇതുമായിട്ട് ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രേറ്ററോ ഈക്വലോ ആണെങ്കിൽ ഇവിടുത്തെ വലിയ സംഖ്യ എടുക്കണം, ലെസ് ആണെങ്കിൽ ഇവിടുത്തെ ചെറിയ സംഖ്യ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ രണ്ടും ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടും 12. ഈക്വൽ ആണെങ്കിൽ വലിയ സംഖ്യ ആയിരിക്കും. അപ്പൊ ഇവിടെ വരുന്നത് 6 ആണ് വരുന്നത്. 36 ആണ് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നീലിമ സഞ്ചരിച്ച തീവണ്ടി 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് 300 കിലോമീറ്റർ ഓടിയാണ് കോഴിക്കോട് എത്തിയത്. തീവണ്ടിയുടെ ശരാശരി വേഗം എത്ര മണിക്കൂറിൽ? മണിക്കൂറിൽ വേഗത കണ്ടുപിടിക്കണം. സ്പീഡ് അല്ലെങ്കിൽ വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് 300 കിലോമീറ്റർ, ടൈം 2.5 മണിക്കൂർ. 2 മണിക്കൂർ 30 മിനിറ്റ് എന്ന് വെച്ചാൽ 2.5 മണിക്കൂർ. അപ്പൊ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്പീഡ് എസ് ഈസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 2.5. അപ്പൊ 3000 10 കൊണ്ട് ഗുണിച്ചു ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. 3000 ഡിവൈഡ് ബൈ 25 ഈക്വൽ ടു 25 4 100 അപ്പൊ 300 ആകുമ്പോൾ 12 വരും. 300 ബൈ 25 12. അപ്പൊ ഇത് 120 കിലോമീറ്റർ പെർ അവർ. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. 8 4 ലിറ്റർ പാല് 4/3 ലിറ്ററിന്റെ കുപ്പികളിലാക്കിയാൽ കുപ്പികളുടെ എണ്ണം എത്ര? സൊല്യൂഷൻ. 8 4 4/3 കൊണ്ട് ഹരിച്ചാൽ മതി, അപ്പൊ കുപ്പികളുടെ എണ്ണം കിട്ടും. അപ്പൊ ഇവിടെ 8 4 ഡിവൈഡഡ് ബൈ 4/3 ഈസ് ഈക്വൽ ടു 8 4 എന്ന് പറയുമ്പോൾ 4 8 32 1 33 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ 3/4 ഈസ് ഈക്വൽ ടു 33/4 ഇൻറ്റു 4/3 11 ആണ് ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. 27 കിലോഗ്രാം അരി 20 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര വീതം അരി കിട്ടും? സൊല്യൂഷൻ.
അപ്പൊ 20 ആൾക്കാർക്ക് 20 പീപ്പിളിന് 27 കിലോഗ്രാം അരി വീതിച്ചു കൊടുക്കുവാണ്. അപ്പൊ ഒരു ആൾക്ക് കിട്ടുന്ന അരി 27/20 ആയിരിക്കും. അപ്പൊ 27/20 27/2 × 10 എടുക്കുവാണ്. അപ്പൊ 27/2 13.5 13.5 ഡിവൈഡഡ് ബൈ 10 1.35 കിലോഗ്രാം. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 1 മുതൽ തുടർച്ചയായുള്ള കുറെ ഒറ്റസംഖ്യകളുടെ തുക 100 ആണെങ്കിൽ സംഖ്യകളുടെ എണ്ണം എത്ര? സൊല്യൂഷൻ, 1 മുതലുള്ള തുടർച്ചയായ ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സം എസ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ. n ഒറ്റസംഖ്യകളുടെ എണ്ണമാണ്. അപ്പൊ ഇവിടെ ഒറ്റസംഖ്യകളുടെ തുക n സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 ആണ്. അപ്പൊ n ഈസ് ഈക്വൽ ടു √100. 10 ആണ് ആൻസർ, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, 27:3 ആണെങ്കിൽ 512 സൊല്യൂഷൻ, 27:3 27ന്റെ ക്യൂബ് റൂട്ടാണ് 3. അതുപോലെ 512ന്റെ ക്യൂബ് റൂട്ട് 8 ആണ്. അപ്പൊ 8 ആണ് ആൻസർ, ഓപ്ഷൻ എ. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, റസിയ ഒരു അലമാര വാങ്ങിയപ്പോൾ 6% വിലക്കിഴിവ് കിട്ടി. 780 രൂപയാണ് കുറഞ്ഞത്. എത്ര രൂപയാണ് റസിയ കൊടുത്തത്? സൊല്യൂഷൻ, ഒരു സാധനത്തിന് ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ സാധനത്തേല് ഒരു വില മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനൊരു ഡിസ്കൗണ്ട് ഇടും. എന്നിട്ട് ആ ഡിസ്കൗണ്ടിലായിരിക്കും കടക്കാർ സാധനം വിൽക്കുന്നത്. അപ്പൊ അവര് മാർക്ക് ചെയ്ത ആ പ്രൈസിനെ മാർക്ക്ഡ് പ്രൈസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ റസിയ ഒരു അലമാര വാങ്ങിയപ്പോൾ 6% വിലക്കിഴിവ് കിട്ടി. അതായത് അതേ മാർക്ക് ചെയ്ത ആ പ്രൈസിനേക്കാളും 6% ഡിസ്കൗണ്ട് കിട്ടി. അതാണ് 780 രൂപ. അപ്പൊ ഈ മാർക്ക് ചെയ്ത പ്രൈസിന്റെ 6% എന്ന് പറയുന്നതാണ് 780 രൂപ. ഇവിടെ മാർക്ക്ഡ് പ്രൈസ് കണ്ടുപിടിക്കാം. മാർക്ക്ഡ് പ്രൈസ് MB ഈസ് ഈക്വൽ ടു 780 × 100 ഡിവൈഡഡ് ബൈ 6 1378. അപ്പൊ ഇത് 13,000 രൂപയാണ് അലമാരിയിൽ മാർക്ക് ചെയ്തിരുന്നത്. 780 രൂപയാണ് കുറഞ്ഞത്. 13,000 രൂപയാണ് അലമാരിയിൽ മാർക്ക് ചെയ്തത്. 6% ഡിസ്കൗണ്ട് ഇട്ടപ്പോൾ 780 രൂപ കുറച്ചാണ് കിട്ടിയത്. അപ്പൊ 13,000 മൈനസ് 780 12,220 രൂപയാണ് റസിയ കൊടുത്തത്. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കാറിന്റെ ശരാശരി വേഗത 84 km/മണിക്കൂർ ആണെങ്കിൽ 1 മിനിറ്റിൽ കാർ എത്ര ദൂരം മുന്നോട്ട് പോകും? സൊല്യൂഷൻ, കാറിന്റെ വേഗത 84 km/മണിക്കൂർ ആണ്. അതായത് 1 മണിക്കൂറിൽ ഈ കാർ 84 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. ഈ കാർ 1 മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ സ്പീഡിനെ km/h നിന്ന് m/min മാറ്റിയാൽ മതി. km/h m/min മാറ്റാനായിട്ട് 50/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ സ്പീഡ് S ഈസ് ഈക്വൽ ടു 84 × 50/3 84/3 28 28 × 50. ഒരു സംഖ്യനെ 5 കൊണ്ട് ഗുണിക്കാനായിട്ട് സംഖ്യയുടെ പകുതി എടുത്തിട്ട് 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 28ന്റെ പകുതി 14 14 × 10 140 50 ആകുമ്പോൾ 1400 1400 m/min. അപ്പൊ ഇത് 1 മിനിറ്റിൽ 1400 മീറ്റർ മുന്നോട്ട് പോകും. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, സ്ക്വയർ റൂട്ട് ഓഫ് 1764 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ, ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ആ സംഖ്യനെ 2 പാർട്ടാക്കണം. ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് 2 അക്കം മാറ്റി 2 പാർട്ടാക്കണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് പാർട്ട് 17ഉം സെക്കൻഡ് പാർട്ട് 64 കിട്ടി.
ഫസ്റ്റ് പാർട്ടിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. സെക്കൻഡ് പാർട്ട് ഉപയോഗിച്ച് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ റൂട്ട് 17 ആണ്. 17 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിൽ മാക്സിമം അടങ്ങുന്ന സ്ക്വയർ റൂട്ട് വേണം എടുക്കാനായിട്ട്. അപ്പൊ 17 മാക്സിമം അടങ്ങുന്ന സ്ക്വയർ റൂട്ട് 16ന്റെ സ്ക്വയർ റൂട്ടായ 4 ആണ്. അപ്പൊ സ്ക്വയർ റൂട്ടിലെ ഫസ്റ്റ് പാർട്ട് കിട്ടി, 4 കിട്ടി. ഇനി ഒരു ഒറ്റയുടെ സ്ഥാനത്തെ അക്കവും കൂടെ കിട്ടിയാൽ മതി. അതിനായിട്ട് തന്നിരിക്കുന്ന സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നോക്കണം. ഈ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 ആണെങ്കിൽ 0 തന്നെ സ്ക്വയർ റൂട്ടിലും വരും. 5 ആണെങ്കിൽ 5 തന്നെ സ്ക്വയർ റൂട്ടിലും വരും. 0 5 അല്ലാത്ത സംഖ്യകളാണെങ്കിൽ അത് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 4 ആണ് വന്നിരിക്കുന്നത്. 4 വരണമെങ്കിൽ സ്ക്വയറിൽ 4 ആണെങ്കിൽ സ്ക്വയർ റൂട്ടിൽ 2 8 ആയിരിക്കും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വരുന്നത്. ഇത് 2 ആണോ 8 ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ സംഖ്യ ഉണ്ടല്ലോ, ഈ സംഖ്യ ഇതിനെ തൊട്ടടുത്തുള്ള വലിയ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആദ്യം. അപ്പൊ ഇവിടെ 4 × 5 20 എന്ന് വരും. എന്നിട്ട് ഈ ഫസ്റ്റ് പാർട്ടിലുള്ള ഈ സംഖ്യനെ ഇതിനെ കമ്പയർ ചെയ്യണം. അതായത് ഗ്രേറ്റർ ആണോ ഈക്വൽ ആണോ ലെസ് ആണോ എന്ന്. ഈ ഫസ്റ്റ് പാർട്ട് ഇതിനേക്കാളും ഗ്രേറ്ററും ഈക്വലും ആണെങ്കിൽ ഇവിടുത്തെ വലിയ സംഖ്യ ആയിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. ലെസ് ആണെങ്കിൽ ഇവിടുത്തെ ചെറിയ സംഖ്യ ആയിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. അപ്പൊ ഇവിടെ 17ഉം 20ഉം ആണ്. ഫസ്റ്റ് പാർട്ടിലുള്ളത് 17 ആണ്. ഇവിടെ ഈ കിട്ടിയിരിക്കുന്നത് 20 ആണ്. അപ്പൊ ഈ 17 20നേക്കാളും ചെറുതാണ്. 17 ലെസ് ദാൻ 20 ആണ്. അപ്പൊ ഇവിടുത്തെ ഈ ചെറിയ സംഖ്യ ആയിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. അപ്പൊ 2 വരും. 42 ആണ് ഉത്തരം. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ 5ൽ 3 പ്ലസ് 3ൽ 1 പ്ലസ് 15ൽ 1 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. അപ്പൊ ഇവിടെ ഭിന്നസംഖ്യകളാണ്. ലെസ്സാഗു കണ്ടുപിടിക്കണം. ഡിനോമിനേറ്ററിന്റെ ലെസ്സാഗു 5 3 15. ഇതിന്റെ ലെസ്സാഗു 15 ആണ്. അതായത് തന്നിരിക്കുന്ന സംഖ്യകളിലെ വലിയ സംഖ്യ ബാക്കിയുള്ള എല്ലാ സംഖ്യകളുടെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ അതായിരിക്കും ലെസ്സാഗു. അപ്പൊ ഇവിടെ 5ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആണ് 15. അപ്പൊ 15 ആയിരിക്കും ഇവിടുത്തെ ലെസ്സാഗു. ലെസ്സാഗു ഡിനോമിനേറ്ററിൽ എഴുതുക. ന്യൂമറേറ്ററിൽ വരുന്നത് ലെസ്സാഗുവിനെ ഛേദം കൊണ്ട് ഹരിച്ചിട്ട് അംശം കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും. അപ്പൊ ലെസ്സാഗുവിനെ ഛേദം കൊണ്ട് ഹരിക്കാം. 15/5 3 3 × 3 9 പ്ലസ് 15/3 5 5 × 1 5 പ്ലസ് 15/15 1 1 × 1 1 9 5 14 14 1 15/15 1 ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലാസ്സിലെ 42 കുട്ടികളുടെ ശരാശരി വയസ്സ് 11, ടീച്ചറെയും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി വയസ്സ് 12. ടീച്ചറുടെ വയസ്സ് എത്ര? സൊല്യൂഷൻ. ഒരു ക്ലാസ്സിലെ 42 കുട്ടികളുടെ ശരാശരി വയസ്സ് 11, ടീച്ചറെയും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ 43 പേരായി. അപ്പൊ ശരാശരി വയസ്സ് 12. അപ്പൊ ഇവിടെ ആളുകളുടെ എണ്ണവും ഒന്നുകൂടി ശരാശരിയും ഒന്നുകൂടി. ഇങ്ങനെ വരുന്ന കേസിൽ പുതിയ ആളുടെ വയസ്സ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം പ്ലസ് ആദ്യത്തെ ശരാശരി പ്ലസ് 1 ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ടീച്ചറുടെ വയസ്സ് ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 42, ആദ്യത്തെ ശരാശരി 11 പ്ലസ് 1 ആയിരിക്കും. അപ്പൊ ഇത് 42ഉം 11ഉം 53ഉം 1ഉം 54 വയസ്സാണ് ടീച്ചറിന്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ 4 12 20 എന്നീ സംഖ്യകളുടെ ലെസ്സാഗു എന്ത്? സൊല്യൂഷൻ. ഈ സംഖ്യകളെ ലെസ്സാഗു കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന സംഖ്യകളിലെ വലിയ സംഖ്യ ബാക്കിയുള്ള എല്ലാ സംഖ്യകളുടെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ അതായിരിക്കും ലെസ്സാഗു. അങ്ങനെ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും ലെസ്സാഗു. അപ്പൊ ഇവിടുത്തെ വലിയ സംഖ്യ 20 ആണ്. 20 4ന്റെ മൾട്ടിപ്പിൾ ആണ്, 12ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ 20 വരത്തില്ല, ലെസ്സാഗു. പിന്നെ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പൊ 4ഉം 12ഉം 20ഉം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ 60 ആണ്. അപ്പൊ 60 ആയിരിക്കും ലെസ്സാഗു. ആൻസർ ഓപ്ഷൻ എ. ഇതൊരു ട്രിക്കാണ്. ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി.
ഇനി അല്ല സാധാരണ പോലെ ചെയ്യണമെങ്കിൽ ചെയ്യാം. 4, 12, 20. ഇതിന്റെ ലെസ്സാകൂ എന്ന് പറയുമ്പോൾ 2 കൊണ്ട് 2, 2, 4, 2, 6, 12, 2, 10, 20. വീണ്ടും 2 കൊണ്ട് 2, 1, 2, 2, 3, 6, 2, 5, 10. ഈ സംഖ്യകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, അതായിരിക്കും ലെസ്സാകൂ. LCM ഈസ് ഈക്വൽ ടു 2 × 2 × 1 × 3 × 5. അപ്പൊ ഇത് 2, 2, 4, 4, 1, 4, 4, 3, 12, 12, 5, 60. ഇങ്ങനെയും കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആരോഹണ ക്രമത്തിൽ എഴുതുക. 3.5, 4, 4.2, 2.7. അപ്പൊ ഇവിടെ ആരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുക. അപ്പൊ ഇവിടെ ആദ്യം വരുന്നത് 2.7, അടുത്തത് 3.5, അടുത്തത് 4, അടുത്തത് 4.2. 2.7, 3.5, 4, 4.2. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആരോഹണം അവരോഹണം ഓർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. ആരോഹണം എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട്, അവരോഹണം എന്ന് വെച്ചാൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട്, അവരോഹണം. ഈ ആരോഹണത്തിൽ 4 അക്ഷരമുണ്ട്, അവരോഹണത്തിൽ 5 അക്ഷരമുണ്ട്. അപ്പൊ ഇത് ഈ ചെറിയ നമ്പർ വരുന്നത് ചെറുതിൽ നിന്ന് വലുതിലോട്ടായിരിക്കും ആരോഹണം, വലിയ നമ്പർ വരുന്നത് വലുതിൽ നിന്ന് ചെറുതിലോട്ടായിരിക്കും. അപ്പൊ ഇത് അവരോഹണം. ഓക്കെ. നീര ഒരു വരിയിൽ മുന്നിൽ നിന്ന് 16-മതും പിന്നിൽ നിന്ന് 10-മതുമാണ് എങ്കിൽ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം എത്ര? സൊല്യൂഷൻ: 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക, അതിൽ നിന്ന് 1 കുറയ്ക്കുക. അതൊരു ഫോർമുല ആയിട്ട് പറയുമ്പോൾ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് എമ്മും എന്നും ആയിട്ട് എടുത്താൽ ടോട്ടൽ T is equal to m plus n minus 1 ആയിരിക്കും. അപ്പൊ ഇവിടെ ടോട്ടൽ T is equal to മീര ഒരു വരിയിൽ മുന്നിൽ നിന്ന് 16-മതും പിന്നിൽ നിന്ന് 10. അപ്പൊ 16ഉം 10ഉം 26 - 1 ആയിരിക്കും. 26 - 1 25 ആണ് ടോട്ടൽ ആളുകൾ. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ: രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ട്. സോനുവിന്റെ വയസ്സ് മീനയുടെ വയസ്സിന്റെ 2 മടങ്ങാണ്. 3 പേരുടെയും വയസ്സുകളുടെ തുക 24 ആണെങ്കിൽ സോനുവിന്റെ വയസ്സ് എത്ര? സൊല്യൂഷൻ: സോനുവിന്റെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെ എക്സ് ആയിട്ട് എടുക്കുക. സോനുവിന്റെ വയസ്സ് എക്സ്. രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ട്. അപ്പൊ രാജുവിന്റെ വയസ്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4. സോനുവിന്റെ വയസ്സ് മീനയുടെ വയസ്സിന്റെ 2 മടങ്ങാണ്. അപ്പൊ എസ് ഈസ് ഈക്വൽ ടു 2m ആണ്. എസ് എക്സ് ആയിട്ട് എടുക്കുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2m. അപ്പൊ മീനയുടെ വയസ്സ് x/2 ആയിരിക്കും. മീനയുടെ വയസ്സ് x/2. 3 പേരുടെയും വയസ്സുകളുടെ തുക 24 ആണ്. അപ്പൊ ഇവിടെ എക്സ് പ്ലസ് 4 പ്ലസ് x/2 ഈസ് ഈക്വൽ ടു 24. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതായിരിക്കും സോനുവിന്റെ വയസ്സ്. അപ്പൊ ഇവിടെ എക്സും 2x. 2x പ്ലസ് 4 പ്ലസ് x/2 ഈസ് ഈക്വൽ ടു 24. ഇവിടെ 4നെ ഈ സൈഡിലോട്ട് മാറ്റാം. അപ്പൊ ഇവിടെ 2x പ്ലസ് x/2 ഈസ് ഈക്വൽ ടു 24 - 4 20. അപ്പൊ ഇവിടെ 2x പ്ലസ് x/2. അപ്പൊ 2വിനെ ലസാഗുവായിട്ട് എടുത്താൽ ലസാഗുവിനെ ഛേദം കൊണ്ട് ഹരിച്ചിട്ട് അംശം കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും ന്യൂമറേറ്ററിൽ വരുന്നത്. അപ്പൊ ഇവിടെ 2/1 2, 2 × 2x 4x പ്ലസ് 2/2 1 × x ഈസ് ഈക്വൽ ടു 20. 4x പ്ലസ് x 5x/2 ഈസ് ഈക്വൽ ടു 20. അപ്പം 5x ഈസ് ഈക്വൽ ടു 2 × 20 40. therefore x ഈസ് ഈക്വൽ ടു 40/5 8 വയസ്സാണ് സോനുവിന്. ആൻസർ ഓപ്ഷൻ സി. ഓക്കെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.